ഡോക്ടർ, എത്ര ശ്രമിച്ചിട്ടും ഗർഭം നിലനിൽക്കാത്തതിന് പിന്നിൽ എന്തെങ്കിലും ജനിതക കാരണങ്ങൾ ഉണ്ടാകുമോ? അതെ. അപ്പം ഒരു അബോർഷൻ എല്ലാം വളരെ കോമൺ ആയിട്ട് നമ്മൾ ആൾക്കാരിൽ കാണുന്നതാണ്. അതിന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുമില്ല. പക്ഷെ ഒന്നിൽ കൂടുതൽ, രണ്ടോ കൂടുതലോ തവണ അബോർഷൻ സംഭവിക്കുമ്പോഴെപ്പോഴും നമ്മൾ എന്താണ് അതിന് കാരണം, വീണ്ടും ഇങ്ങനെ സംഭവിക്കാമോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. കോമൺലി നമുക്കതിന് ഹോർമോണൽ ആൻറ്റിബോഡികളുള്ള കാരണങ്ങൾ, ഇമ്മ്യൂണോളജിക്കൽ കാരണങ്ങൾ, യൂട്രസിൻ്റെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാരണങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്നത്. യൂഷ്വലി ഇവിടെ പലവട്ടവും ഇവാലുവേഷൻ നിർത്തുകയും വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുന്നു, വീണ്ടും റിക്കറൻസ് സംഭവിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ഇതിൽ പലപ്പോഴും നമ്മൾ മിസ്സായി പോകുന്നതാണ് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ. രണ്ടോ കൂടുതലോ തവണ അബോർഷൻ ആവുന്ന കപ്പിൾസിൽ ഒന്നുകിൽ നമ്മൾ അബോർഷൻ ആകുന്ന സാമ്പിളിൽ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ കപ്പിൾസിൽ ജനറ്റിക് ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുകയോ ചെയ്യും. ഇതിലൂടെ ജനിതകമായിട്ടുള്ള അല്ലെങ്കിൽ ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും റിക്കറൻറ്റ് അബോർഷൻസിൻ്റെ കോസസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഫ്യൂച്ചർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനും നമുക്ക് സാധിക്കും.